ഇന്നിപ്പോൾ പാർലമെൻറ്റ് രാവിലെ 11 മണിക്ക് ചോദ്യോത്തര വേളയാണ്. ആ സമയത്ത് ഞങ്ങൾ ഹർദീപ് സിംഗ് പുരിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് 10:30 മഗർദ്വാറിൽ കോൺഗ്രസ് എംപിമാരുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും. അതിനുശേഷം ലോക്സഭ സമ്മേളിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഹർദീപ് സിംഗ് പുരി രാജിവെക്കണം. എപ്സ്റ്റീൻ ഫയലിൽ അദ്ദേഹത്തിൻ്റെ പേര് 2-3 സ്ഥലത്ത് പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അധികാരത്തിൽ മന്ത്രിയായി തുടരാൻ യാതൊരു അവകാശവുമില്ല എന്ന് ഇന്നലെ തന്നെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് സഭയിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. അതുകൂടാതെ ഇന്ന് ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ചോദ്യോത്തര വേളയിൽ ഈ വിഷയം വീണ്ടും ഞങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കും. അതിനു മുമ്പ് 10:30 കോൺഗ്രസ് എംപിമാർ അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്ക് എംപിമാർ ഞങ്ങൾ പാർലമെൻറ്റ് മന്ദിരത്തിന് പ്രധാന കവാടമായ മഗർദ്വാറിന് മുന്നിൽ പ്രതിഷേധം രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഗവൺമെൻറ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് അധികാരികൾ പറയാൻ കഴിയില്ല. ചില വാർത്തകൾ ഇതിനെ സംബന്ധിച്ച് വരുന്നുണ്ട്. അവർ FIR ഇടാൻ പോകുന്നു, അന്വേഷണം നടത്താൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ച് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഗവൺമെൻറ് അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കട്ടെ. അന്വേഷണത്തിനാരും എതിരൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നരവനയുടെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ചാണ് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി പരാമർശിച്ചത്. അത് ഞങ്ങൾ ഉറച്ചു നിൽക്കും. അല്ല, അതിനകത്ത് നമ്മൾ ആ ഫ്രണ്ട് പേജിൽ നമ്മൾ 2026 എന്ന് തന്നെ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് ഫ്രണ്ട് പേജിൽ. പക്ഷെ അതിൻ്റെ കണ്ടൻസ് വന്നപ്പോൾ 2026 എന്നുള്ളത് 2025 എന്ന് ഒരു എറർ ഉണ്ടായി. അത് ലോക്സഭാ സെക്രട്ടേറിയറ്റ് ശ്രദ്ധപ്പെടുത്തി. അപ്പോൾ തന്നെ ആ പേജ് മാറ്റി വീണ്ടും 26 എന്നാക്കി അപ്പോൾ തന്നെ കൊടുക്കുകയും ചെയ്തു. അത് റിസീവ് ചെയ്തു. അതിൻ്റെ റെസിപ്റ്റ് ഞങ്ങൾക്ക് തരികയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ചുമതലക്കാർ വേണമോ അല്ലെങ്കിൽ വേണ്ടയോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനം ഏർപ്പെടുത്തണമോ എന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് അതിൻ്റെ അപ്രോപ്രിയേറ്റ് ടൈമിൽ ആ തീരുമാനം എടുക്കും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുണ്ട്. അദ്ദേഹം ചെയ്യാവുന്ന പരമാവധി ചെയ്യുന്നുണ്ട്. അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം ജില്ലകൾ സന്ദർശിക്കുന്നുണ്ട്. നിരവധി പരിപാടികൾ അദ്ദേഹം നടത്തി കഴിഞ്ഞു. അദ്ദേഹം ഒരു സാത്വികനായ കോൺഗ്രസ് നേതാവാണ്. അപ്പോൾ എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല, കോൺഗ്രസ് പാർട്ടിക്കില്ല, കോൺഗ്രസ് പ്രവർത്തകർക്കില്ല, കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർക്ക് ആർക്കുമില്ല. അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ KPC അധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. ഒരു KPC യോഗത്തിലോ ഏതെങ്കിലും വേദിയിലോ അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം ഒരു പാർട്ടി പ്രവർത്തകനും ഉന്നയിച്ചിട്ടില്ല.